കൊല്ലം ചെങ്കോട്ട പാതയിൽ കൊല്ലം പുനലൂർ മെമുവിൻ്റെ പാൻറ്റോഗ്രാഫ് ട്രാക്ഷൻ വൈദ്യുതലൈനിൽ കുരുങ്ങി ഗതാഗതം മണിക്കൂറുകൾ തടസ്സപ്പെട്ടു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:30 പുറപ്പെട്ട കൊല്ലം പുനലൂർ മെമു 6 മണിയോടെ കേരളപുരത്തെ രണ്ടാമത്തെ ഗേറ്റ് കടന്നപ്പോഴാണ് പാൻറ്റോഗ്രാഫ് ട്രാക്ഷൻ വൈദ്യുതലൈനിൽ കുരുങ്ങിയത്. ഇതോടെ മെമു കേരളപുരത്ത് നിർത്തിയിട്ടു. പാൻറ്റോഗ്രാഫിലെ വൈദ്യുതി എത്തിക്കുന്ന ഓവർഹെഡ് എക്യുപ്മെന്റിലുണ്ടായ തകരാറാകാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കോണ്ടാക്റ്റ് വയറിൽ കുരുങ്ങിയ പാൻറ്റോഗ്രാഫും കോണ്ടാക്റ്റ് വയറിന്റെ അലൈൻമെന്റും ഇതോടെ പ്രവർത്തിക്കാത്ത സ്ഥിതിയിലായി. ഒറ്റ ലൈൻ മാത്രമുള്ള കൊല്ലം പുനലൂർ തീവണ്ടിപ്പാതയിൽ ഇതോടെ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും നിലച്ചു. വൈകിട്ട് 5:15 പുനലൂരിൽ നിന്നും പുറപ്പെട്ട 6:20 കൊല്ലത്തെത്തേണ്ട പുനലൂർ മധുര എക്സ്പ്രസ് ട്രെയിൻ കുണ്ട്ര സ്റ്റേഷനിൽ പിടിച്ചിട്ടു. ഗുരുവായൂർ മധുര ട്രെയിൻ കൊട്ടാരക്കരയിലും നിർത്തിയിട്ടു. ഇരു ട്രെയിനിലെയും ഭൂരിഭാഗം യാത്രക്കാരും ബസ്സിലും മറ്റ് സംവിധാനങ്ങളിലുമാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് പോയത്. തിരുവനന്തപുരത്ത് നിന്നും പുനലൂരിലേക്ക് പുറപ്പെട്ട ട്രെയിൻ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്കുകൾ ഒഴിവില്ലാത്തതിനാൽ പരവൂർ സ്റ്റേഷനിൽ നിർത്തിയിട്ടു. ഈ ട്രെയിനിലെ യാത്രക്കാർ പരവൂർ സ്റ്റേഷനിലെത്തിയ മറ്റു ട്രെയിനുകളിൽ കയറിയാണ് കൊല്ലം സ്റ്റേഷനിലെത്തിയത്. രാത്രി 9 മണിയോടെ പുനലൂരിൽ നിന്നും ഡീസൽ എഞ്ചിൻ എത്തിച്ച മെമുവിനെ പുനലൂരിലേക്ക് കൊണ്ടുപോയി. 9:35 കുണ്ടറയിൽ നിർത്തിയിട്ടിരുന്ന പുനലൂർ മധുര പാസഞ്ചറിനെ കൊല്ലത്ത് നിന്നെത്തിച്ച ഡീസൽ എഞ്ചിൻ കൊല്ലത്തേക്കും കൊണ്ടുപോയി. കൊല്ലത്ത് നിന്നും ടവർ ക്യാബിനും ഇലക്ട്രിക് വിഭാഗം ജീവനക്കാരും ചേർന്ന രാത്രി 10 മണിയോടെയാണ് തകരാർ പരിഹരിച്ചത്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.